ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകളും അവയെ വേർതിരിച്ചെടുക്കുന്ന അയിരുകൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചു വെക്കേണ്ടത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അലൂമിനിയത്തിൻ്റെ അയിര് എന്നൊക്കെ പലപ്പോഴും ചോദിക്കുന്നത് നമുക്കറിയാം. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രം നമ്മൾ അവിടെ നിന്ന് പഠിച്ചു പോവുകയാണ്. ഇത് ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോയിൻ്റാണ് ഇരുമ്പെന്ന് പറയുന്നത്. ഇപ്പോൾ പഠിച്ചു വെച്ചോണത് ഇരുമ്പിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, അയൺ പൈറൈറ്റ്. അടുത്തത് ചെമ്പിൻ്റെ അയിരുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചെമ്പിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് മാലക്കൈറ്റ്, കാൽക്കോലൈറ്റ്. ഓർത്തിരിക്കുക, ചെമ്പിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് മാലക്കൈറ്റ്, കാൽക്കോലൈറ്റ്. ഇനി അടുത്ത ലോഹം എന്ന് പറയുന്നത് അലൂമിനിയത്തെക്കുറിച്ചാണ്. അലൂമിനിയം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്നതാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചോണം. അലൂമിനിയത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ്. ഇനി മെർക്കുറിയെക്കുറിച്ചാണ്. മെർക്കുറിയുടെ പ്രധാന അയിരെന്ന് പറയുന്നത് സിനബാർ. മെർക്കുറിയും ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്ന പോയിൻ്റാണ്. ഈ സിനബാർ എന്നൊക്കെ അയിരിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഓപ്ഷനിൽ മറ്റൊരു പേരും കൂടെ അവർ തരും. അമാൽഗം എന്നൊരു പേരും കൂടെ ഒരു ഓപ്ഷനിൽ തരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും മെർക്കുറിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. മെർക്കുറിയുടെ പ്രധാന അയിര് എന്ന് പറയുന്നതാണ് സിനബാർ എന്ന് പറയുന്നത്. എന്നാൽ മെർക്കുറിയുടെ ലോഹസങ്കരത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അമാൽഗം. രണ്ടും കൂടെ മാറിപ്പോവല്ലേ. മെർക്കുറിയുടെ പ്രധാന അയിര് എന്ന് പറയുന്നത് സിനബാറും മെർക്കുറിയുടെ ലോഹസങ്കരം എന്ന് പറയുന്നതാണ് ആര്? അമാൽഗം എന്ന് പറയുന്നത്. അടുത്തത് ലെഡാണ്. ലെഡിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ഗലേന, ലിത്താർജ്. ലെഡിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ഗലേന, ലിത്താർജ്. അടുത്ത സിങ്കിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് കലാമിൻ. സിങ്കിൻ്റെ പ്രധാന അയിരാണ് കലാമിൻ. അടുത്തത് മഗ്നീഷ്യത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് ഡോളോമൈറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോയിന്റ്. ഡോളോമൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അയിരെന്ന് ചോദിക്കാം. ഡോളോമൈറ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ അയിരാണ് ഡോളോമൈറ്റ്. യുറേനിയവും ക്വസ്റ്റ്യൻ വരുന്നൊരു പോയിൻ്റാണ്. യുറേനിയത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് പിച്ച് ബ്ലെൻഡ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് കാൽസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാൽസ്യത്തിൻ്റെ പ്രധാന അയിരുകളാണ് ജിപ്സം, ഫ്ലൂർ സ്പാർ. കാൽസ്യത്തിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ജിപ്സം, ഫ്ലൂർ സ്പാർ. യുറേനിയത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നത് പിച്ച് ബ്ലെൻഡ്. മഗ്നീഷ്യത്തിൻ്റെ പ്രധാന അയിരെന്ന് പറയുന്നതാണ് ഡോളോമൈറ്റ്.